ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല സ്റ്റൈലിഷ് ലുക്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. സോഫ്റ്റ് ബഗൽപൂരി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിന്റെ നല്ല ഡിഫറെന്റ് കളർ പാലറ്റ്സിലും നല്ല ഡിസൈൻസിലുമാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആൻഡ് ആഫ്റ്റർനൂൺ 1:30 PM 2 വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ബഗൽപൂരി ലിനൻ ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. സെയിം ടൈം നല്ലൊരു ലുക്കുമാണ് സാരിക്ക് വരുന്നത്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന നല്ല സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്കിന്, പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് കളേഴ്സിലായിരിക്കും എല്ലാ സാരീസും വരുന്നത്. ബേസ് കളർ ഓൾമോസ്റ്റ് എല്ലാ സാരീസും സെയിം തന്നെയായിരിക്കും കേട്ടോ. ഒരു ഐവറി ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിൽ നല്ലൊരു ഡിഫറെന്റ് കളർ പാലറ്റ്സിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ടൈപ്പ് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് റീസ്റ്റോക്കിൽ വന്നതാണ്. ഇതിന്റെ ആ ഒരു കളർ പറയുകയാണെങ്കിൽ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ്. പാരറ്റ് ഗ്രീനിലെ ഒരു ജാൽ ഡിസൈൻസ് വന്നിട്ട് പിങ്ക് ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കാണുമ്പോൾ നമുക്കൊരു ഫാബ്രിക് പെയിന്റഡ് സാരി പോലെ തോന്നും. ഇപ്പൊ ഞാൻ ലേസി പ്ലേറ്റ്സ് എടുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണ്ടു, ഇതിന്റെ റിവേഴ്സ് സൈഡാണ് വന്നിരിക്കുന്നത്. ത്രെഡ് വുവൺ സ്റ്റൈലായിരിക്കും സാരി വരുന്നത് കംപ്ലീറ്റ്. നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്, വളരെ ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ്. ഇപ്പൊ ഉടുത്ത് കാണിക്കുമ്പോൾ തന്നെ വളരെ എന്താ പറയണത്, നമ്മുടെ ഷേപ്പിനനുസരിച്ച് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഒത്തിരി അങ്ങനെ സ്റ്റിഫ്നെസ് ഉള്ള ഫാബ്രിക് അല്ല, ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കാണ്. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം കേട്ടോ സാരിയുടെ. ഇതായിരിക്കും സാരിയുടെ ആ ഒരു കറക്റ്റ് ഡിസൈൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഗോൾഡൻ ബുട്ടി വർക്ക് വന്നിട്ട് അതിലായിരിക്കും ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. നല്ലൊരു പാരറ്റ് ഗ്രീനിലായിരിക്കും ആ ഒരു ജാൽഡ് പാറ്റേൺസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത് സാരി. ഇതാണ് കേട്ടോ സാരിയുടെ റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ആ ഒരു ത്രെഡ് വ്യൂ ഡിസൈൻസിലാണ്. ഇത് ബാക്ക് സൈഡാണ് സാരിയുടെ. ത്രെഡ് വൂവൺ പാറ്റേണിലായിരിക്കും വരിക. മുന്താണി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കില്ല കേട്ടോ, അതേ പാറ്റേൺ തന്നെയാണ്. ആ ഒരു ജാൽ ഡിസൈൻസ് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ സെറി വുവൺ സ്റ്റൈൽ വരുന്നുണ്ട്. ഒരു വുവൺ പാറ്റേണിൽ ടെമ്പിൾ ഡിസൈനിലായിരിക്കും ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഒരു ബോർഡർ വരുന്ന ടെമ്പിൾ വുവൺ പാറ്റേണിലായിരിക്കും. ഇതിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഈ ഒരു പിങ്ക് ഉണ്ടല്ലോ, ഈ ഒരു പിങ്ക് ടോണിൽ ഒരു ബനാറസി ബുട്ടി വർക്ക് വരുന്നു. ഞാൻ നെക്സ്റ്റ് സാരി വരുമ്പോൾ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആ പിങ്കിൽ ഒരു ബുട്ടി വർക്കിലായിരിക്കും വിത്ത് ബോർഡർ ആയിട്ട് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആട്ടോ. ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു പാരറ്റ് ഗ്രീൻ, ആ ഒരു ജാൽ ഡിസൈൻസ് വരുന്നത് എപ്പോഴും പാരറ്റ് ഗ്രീനിലായിരിക്കും. ഒരു ത്രെഡ് വൂവൺ പാറ്റേൺസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻസ് ആണ് മാറി വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ, പാരറ്റ് ഗ്രീൻ, ഇപ്പൊ ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെത് കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഈ ഒരു ഗ്രീൻ ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കളറാണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ആപ്റ്റ് ആയിരിക്കും. അതല്ല സെൽഫ് ആണെങ്കിലും സെൽഫും നല്ലതാട്ടോ. ഇതിന്റെ കൂടെ ഈ ഒരു ചിക്കു ഷെയ്ഡിലെ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അപ്പോഴും കുറച്ചും കൂടി ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്ത് വരും. ഇതിന്റെ കൂടെ കോമൺ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ ബ്ലൗസ് ആയിരിക്കും സാരിയുടെ കൂടെ വരുന്നത്. ആ ഒരു ഡാർക്ക് ഗ്രീനിലായിരിക്കും വരുന്നത്. സ്റ്റെമ്മിന്റെ കളറാണ് പാരറ്റ് ഗ്രീൻ വരുന്നത്. അതല്ല 3 ഓപ്ഷൻസ് ഉണ്ട്. സെൽഫ് കളർ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സെയിം സ്റ്റൈൽ തന്നെയാണ്. അതേ ഫ്ലോറൽ പാറ്റേൺ വിത്ത് ആ ഒരു ആന്റി ഗോൾഡൻ ജെറിയിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. സോഫ്റ്റ് ബഗൽപൂരി ലിനൻ ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലാതെ നമുക്ക് ഡെയിലി യൂസിനും വർക്ക് വെയർ ആയിട്ട് എല്ലാം നല്ലൊരു ആപ്റ്റ്, വളരെ ഒരു കംഫർട്ടബിൾ സോണിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. മുന്താണി ഈ ഒരു ജാൽ പാറ്റേൺ തന്നെ ഡിഫറെന്റ് ലുക്കിലായിരിക്കും. പല്ലുവിൽ വരുമ്പോൾ ഗോൾഡൻ സെറി ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡാർക്ക് ഗ്രീൻ, ആ ഒരു ഫ്ലോറൽ ഡിസൈനിന്റെ ആ ഒരു ത്രെഡ് വി പാറ്റേണിൽ ബനാറസി ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് പക്ഷേ സഫിഷ്യന്റ് ആയിരിക്കത്തില്ല കേട്ടോ. എല്ലാം നല്ല നല്ല കളർ പാലറ്റ്സിലാണ് വരുന്നത്. ആ ഒരു കോമ്പിനേഷൻസ് വരുന്നത്. ഇത് വരുന്നത് നേവി ബ്ലൂ വിത്ത് പാരറ്റ് ഗ്രീൻ ആണ്. നേവി ബ്ലൂ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് പാരറ്റ് ഗ്രീനിലായിരിക്കും ജാൽ ഡിസൈൻസ് വരുന്നത്. എല്ലാ ഫ്ലവേഴ്സിന്റെയും ആ ഒരു മിഡിൽ പോർഷൻ വരുമ്പോൾ ഒരു ആന്റി ഗോൾഡൻ സെറിയിലുള്ള ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ടാവും സാരിക്ക്. ത്രൂ ഔട്ട് ദ സാരി സെയിം സ്റ്റൈൽ ഫ്ലോറൽ ആ ഒരു ത്രെഡ് വൂവൻ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും എല്ലാ സാരീസും വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ എല്ലാ സാരീസിലും ആ ഒരു ഡിസൈൻസ് വരുന്നത്. പല്ലു, ബ്ലൗസ്. ലാവൻഡർ ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് ലാവൻഡർ ആണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈനിന്റെ ത്രെഡ് വൂവൻ പാറ്റേൺസ് വരുന്നത് കേട്ടോ. അതിലും ആ ഒരു പാരറ്റ് ഗ്രീൻ തന്നെ ആയിരിക്കും ഒരു ജാൽ ഡിസൈൻസ് വന്നിട്ട് ഫുൾ സാരിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. എല്ലാ സാരീസിലും സെയിം ആ ഒരു സ്റ്റൈലിൽ തന്നെയുള്ള ഡിസൈൻസ് തന്നെ വരുന്നത്. ഡിസൈൻ മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലുള്ള പല്ലു, ബ്ലൗസ്. പീച്ച് ആണ്, പീച്ച് വിത്ത് ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ. ബോഡി കളർ എല്ലാ സാരിയും സെയിം തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ കളർ കോമ്പിനേഷൻ, ആ ത്രെഡ് കളർ മാത്രമാണ് മാറി മാറി വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. പീച്ച് വിത്ത് ഗ്രീൻ ചിക്കു, നല്ല സോഫ്റ്റ് കളർ പാരറ്റിലാണ് വരുന്ന സാരി. മുന്താണി, ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് ഗ്രേ വിത്ത് ഗ്രീൻ ആണ്. ഒരു ബ്ലാക്കിഷ് ഗ്രേ ആണ് സാരിയുടെ ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈൽ വരുന്നത് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. പാരറ്റ് ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു ജാൽ പാറ്റേൺ വന്നിട്ട്
എൻറ്റയർ സാരി സെയിം സ്റ്റൈൽ. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി ആ ഒരു ത്രെഡ് വുവൺ പാറ്റേൺ ഫ്ലോറൽ ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ, ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് വരുന്നതും കളർ പാലറ്റ് സെയിം തന്നെ, ആ ഒരു പേൾ ക്രീം, ഒരു ഐവറി ടോൺ ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു ബേസ് കളർ വരുന്നത്. അതിൽ ഫ്ലോറൽ ഡിസൈൻസും ഒരു ബനാറസി ബുട്ടി വർക്കും വരുന്നുണ്ട് സാരിയുടെ ബോഡിയിൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ പിങ്ക് ആണ്, പിങ്ക് ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ഗ്രീൻ ആണ് ആ ഒരു പാറ്റേൺ വരുന്നത്. അതിൽ കണ്ടോ സ്മോൾ ഒരു ബുട്ട വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ, ഒരു സർക്കുലർ പാറ്റേണിലുള്ള ബുട്ടി വർക്ക് വന്നിട്ട് എൻ്റയർ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയായിരിക്കും വരിക. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡറിൽ ആ ഒരു ത്രെഡ് വുവൺ പാറ്റേൺസ് വരിക. കണ്ടാൽ നമുക്ക് നല്ലൊരു ഫാബ്രിക് പെയിന്റ് പോലെ കേട്ടോ, അത്ര നല്ല ഫിനിഷിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. കണ്ടോ സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഫുള്ള ഒരു വുവൺ പാറ്റേണിലാണ്, ത്രെഡ് വീവിലാണ്. ഇത് ബാക്ക് സൈഡ് ആട്ടോ സാരിയുടെ, ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. ഇതിന്റെ പല്ലു വരുമ്പോഴും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഒരു ടിഷ്യൂ വീവിൽ, അതും ഒരു ടെമ്പിൾ വുവൺ സ്റ്റൈലിൽ തന്നെയാണ്. കണ്ടോ ടെമ്പിൾ ഡിസൈനിൽ തന്നെയാണ് സാരിയുടെ മുന്താണി ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസിലും ആ ഒരു ആന്റി ഗോൾഡൻ സെറിയിലുള്ള ഒരു വുവൺ സ്റ്റൈലിലുള്ള പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് പക്ഷേ ഒരു 1/2 മീറ്ററൊക്കെ കാണുള്ളൂ. സെയിം സ്റ്റൈലിൽ തന്നെയാണ്, ഡിസൈൻസ് സെയിം തന്നെ, അതേ ഫ്ലോറൽ ഡിസൈൻ. കളർ വരുന്നത് ലാവൻഡർ ടോണിൽ, അതേ ആ ഒരു ആന്റി ഗോൾഡൻ ബുട്ടി വർക്ക് ആയിരിക്കും. എൻ്റയർ ബോഡിയിലും ഒരു ബുട്ടി വർക്ക് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസ്. ലാവൻഡർ വിത്ത് ഗ്രീൻ ആട്ടോ കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ പല്ലു, ലാവൻഡർ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ വിത്ത് പാരറ്റ് ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ബോഡി കംപ്ലീറ്റ് അതേ ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും വരുന്നത്. മുന്താണി. ഈ സാരീസിന്റെ പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് യങ്സ്റ്റേഴ്സിനും നല്ലൊരു സ്റ്റൈലിഷ് ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല റിച്ച് ലുക്കിലാണല്ലോ സാരിയുടെ ആ ഒരു പല്ലു എല്ലാം വരുന്നത്. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് നല്ലൊരു ലുക്കിൽ നല്ലൊരു പാറ്റേണിലെല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടും കൺവേർട്ട് ചെയ്യാവുന്ന സാരീസാണ്. അടുത്ത കളർ പാലറ്റ് വരുന്നത് പേർപ്പിൾ ആണ്, ഒരു വയലറ്റ് ബ്ലെൻഡഡ് പേർപ്പിളിലായിരിക്കും കേട്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട്. ആ ഒരു ഗ്രീനിൽ തന്നെ രാമ ഗ്രീനിലാണ് ആ ഒരു ജാൽ പാറ്റേൺസ് വരുന്നത്, ത്രെഡ് വുമൺ സ്റ്റൈലിൽ വരുന്നത്. മുന്താണി, ബ്ലൗസ്. അടുത്ത കളർ പീച്ചാണ്, കോമ്പിനേഷൻ പീച്ചാണ്, ഗ്രീൻ വിത്ത് പീച്ച് തന്നെ സാരിയുടെ കോമ്പിനേഷൻ. സെയിം പാറ്റേൺ, പല്ലു, ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. സോഫ്റ്റ് ബഗൽപുരി ലിനനിൽ നല്ലൊരു എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആയിട്ട് നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് ബ്ലാക്കിഷ് ഗ്രേ തന്നെ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ ഒരു ബ്ലാക്കിഷ് ഗ്രേ ത്രെഡ് വന്നിട്ട് ആ ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലായിരിക്കും ജാൽ ഡിസൈൻസ് വരുന്നത്. എല്ലാം ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിലാട്ടോ സാരി കംപ്ലീറ്റ് വരുന്നത്. പല്ലു, ബ്ലൗസ്.